നിങ്ങള് വിശുദ്ധ ഖുർആനിൽ വായിച്ചിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തിനെ മക്കയിൽ വിശുദ്ധമായ ഹറമിന്റെ സമീപം ഒരു വീട് വെച്ച് താമസിപ്പിച്ച് വിജനമായ ആ നാട്ടിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് മടങ്ങി പോകുമ്പോ തന്റെ കുടുംബത്തിന് വേണ്ടി ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ? പടച്ചോനെ, എന്റെ കുടുംബത്തെ ഞാൻ നിന്റെ ഭവനത്തിന്റെ അടുത്ത് പാർപ്പിച്ചിരിക്കുന്നു. അല്ലേ? നമ്മളൊക്കെ വീട് വെക്കുമ്പോ എന്താ നോക്കല്? റോഡ് വേണം, അങ്ങാടി വേണം, സ്കൂൾ വേണം, കോളേജ് വേണം, ആശുപത്രി വേണം. ആധുനികമായ സൗകര്യങ്ങളൊക്കെ വീടിന്റെ 1 കിലോമീറ്റർ പരിസരത്ത് നമ്മൾ ഉറപ്പുവരുത്തൂലേ? ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തിന് വീട് വെക്കുമ്പോ അദ്ദേഹം ആ വീട് അവിടെ വെക്കാനുള്ള കാരണം പറഞ്ഞത് എന്താണെന്ന് നിങ്ങള് നമ്മളൊക്കെ ശ്രദ്ധിക്കണത്. പടച്ചോനെ, എന്റെ മക്കൾ നമസ്കരിക്കുന്നവരാകുവാൻ വേണ്ടി അള്ളാഹുവേ അവരെ ഞാൻ നിന്റെ ഭവനത്തിന്റെ അടുത്ത് വീട് വെച്ച് താമസിപ്പിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞേ. അതായത് തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വീട് പണിയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിലുള്ള ഒരേ ഒരു നീയത്ത് എന്റെ വീട്ടിലുള്ളവർ നമസ്കരിക്കുന്നവരാകണമേ റബ്ബേ എന്നതാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുതിയ കാലത്ത് മനുഷ്യന്മാരൊക്കെ ഒരുപാട് വളർന്നു വികസിച്ച കാലത്ത് ഈ പഴയ മതത്തിന്റെ നിയമങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും മുറുകെ പിടിക്കേണ്ടതുണ്ടോ? നമ്മുടെയൊക്കെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോ അവരുടെ വസ്ത്രവിധാനങ്ങള്, അവരുടെ സംസ്കാരങ്ങള്, അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന പുതിയ പുതിയ സംഗതികള്, അവരുടെ പഠനങ്ങള്, അവരുടെ ജീവിതത്തിന്റെ സൗഹൃദ കൂട്ടായ്മകള്, ഇതിലൊക്കെ ദീനിന് യാതൊരു റോളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, പൊന്നാര മക്കളെ, ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവിന്റെ കൽപ്പനകളെ പാലിക്കുന്നതിലാണ് എന്ന് കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത് വിശദമായിട്ട് പറയേണ്ട വിഷയമാണ്. ഞാൻ നിങ്ങളെ ചുരുക്കി പറഞ്ഞത് ഈ കടവത്തൂർ പ്രദേശത്തെ ആളുകൾ ഉത്ബുദ്ധരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവണം, നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇത് രണ്ടിനും വല്ലാത്ത സ്ഥാനമുണ്ടാവണം. സൗദി അറേബ്യയിലെ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനോട് ഒരാളൊരു ഫത്വ, അയാളുടെ സങ്കടം പറഞ്ഞതാ. എന്താ സങ്കടം എന്നറിയോ? 2 കുട്ടികളുണ്ട്, ആ 2 കുട്ടികളും നേരാകുന്നില്ല, 2 ആളും വളരെ മോശപ്പെട്ട വഴിയിലൂടെ ജീവിക്കുക, ബാപ്പിയമ്മയും പറഞ്ഞ മാർഗത്തിലേക്ക് കിട്ടുന്നില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ ആ പണ്ഡിതൻ ഈ ചോദ്യകർത്താവിനോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? നിങ്ങളുടെ വരുമാന മാർഗം എന്താണെന്നാ. നിങ്ങളുടെ വരുമാന മാർഗം എന്താണ്? അപ്പൊ അദ്ദേഹം ചോദിച്ചത്, എന്റെ വരുമാന മാർഗവും എന്റെ കുട്ടികളുടെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അപ്പോ ആ പണ്ഡിതൻ പറഞ്ഞ മറുപടി നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞറിയോ? ഹറാമായ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു ശരീരം, ഹറാമായ പണം കൊണ്ടുള്ള ഭക്ഷണം, ഹറാമായ പണം കൊണ്ടുള്ള വീട്, ഹറാമായ പണം കൊണ്ടുള്ള ജീവിത ചെലവുകൾ, അത് ഉപയോഗിക്കുന്ന ഒരു ശരീരം, അത് അഹഖു ബിന്നാർ, അത് നരകത്തിന് അവകാശപ്പെട്ട ശരീരമായി തീരുന്നതാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഗൗരവത്തോടുകൂടി കാണേണ്ട സംഗതിയാണ്. വരുമാനങ്ങൾ ഹലാലാവണം, ജീവിതം ഇസ്ലാമികമാവണം, വിശ്വാസം ഈമാനികമാവണം. ഇതാണ് സന്തുഷ്ട കുടുംബത്തിന്റെ ഒന്നാമത്തെ അടിത്തറ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത് നമ്മളൊക്കെ ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട വിഷയമാണ്. അതായത് ഒരു കുടുംബത്തിൽ ബാപ്പുണ്ടാവും, ഉമ്മണ്ടാവും, മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, സഹോദരന്മാരുണ്ടാവും. കുടുംബത്തിലെ അംഗങ്ങൾ വിശാലമായ ഒരു സംവിധാനമാണ്. ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ആ കുടുംബത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്ത ഒരു സ്ഥാനമുണ്ട്. കേൾക്കണം കേട്ടോ. ഇതൊരു കുടുംബ സംഗമമായതുകൊണ്ട് തന്നെ പ്രസംഗം നിർത്തിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയാണ്. കുടുംബത്തിലെ ഓരോ അംഗത്തിനും അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്ത ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം, അതിന്റെ മുൻഗണനാക്രമത്തിൽ അത് വകവെച്ചു കൊടുക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ബാപ്പ ആരാണ്? ചിലപ്പോ ബാപ്പാക്ക് വയസ്സായിട്ടുണ്ടാവും, ചിലപ്പോ ബാപ്പാക്ക് വലിയ രോഗമൊക്കെ ഉണ്ടാവും, ചിലപ്പോ ബാപ്പാക്ക് ചെവി കേൾക്കൂല, ചിലപ്പോ ബാപ്പാക്ക് കണ്ണ് കാണൂല, ചിലപ്പോ ബാപ്പാക്ക് നടക്കാൻ വയ്ക്കൂല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബാപ്പ തന്നെയാണ്.
ബാപ്പയാണ് ആ കുടുംബത്തിന്റെ നാഥൻ, ബാപ്പയാണ് ആ കുടുംബത്തിന്റെ നായകൻ. ഇപ്പോഴൊരു വലിയ പ്രശ്നം താരങ്ങള്, ഈ പുതിയ കാലത്ത് കുട്ടികൾ കൂടുതലും ഉമ്മമാരുമായിട്ടുള്ള അടുപ്പത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ സ്ത്രീകൾ കുറെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ഒരു കുട്ടിക്ക് അവന്റെ പ്രയാസങ്ങളും അവന്റെ പരിഭവങ്ങളും അവന്റെ പരാതികളും അവന്റെ ആവശ്യങ്ങളും അത് അവതരിപ്പിക്കാൻ ബാപ്പയെക്കാളേറെ ഉമ്മയെയാണ് അവന് സൗകര്യപ്പെടുക. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതലായി അവർ ഉമ്മമാരോടാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടിടത്തൊക്കെ ഉമ്മയുടെ അടുത്താണ് കുട്ടികൾ പരാതികളും സങ്കടങ്ങളും പറയുക. ആ കുട്ടികൾ മുതിർന്നു വരുമ്പോ ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമായി വരികയും ബാപ്പമാര് വളരെ പെട്ടെന്ന് വീട്ടിലെ കുടുംബജീവിതത്തിൽ നിന്ന് അവർ ഔട്ടാകുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിലെ ഒരു ദുരന്താണ്. നാട്ടില് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളേക്കാരം, എന്തിനും രാഷ്ട്രീയത്തിലാവട്ടെ മറ്റ് രംഗത്താവട്ടെ ആ മനുഷ്യൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും. പക്ഷേ സ്വന്തം വീട്ടിന്റെ ഉള്ളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്തോ അത് നടപ്പാക്കുന്നിടത്തോ അദ്ദേഹത്തിന്റെ റോള് പലപ്പോഴും വട്ടപ്പൂജയ്ക്കാരം. ഒരു നാട്ടിലെ കാരണവരായ ഒരാള് എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ അവർ സമീപിക്കാറുള്ള ഒരു വ്യക്തി ഒരു യശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പള്ളി അടച്ചിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി പോകേണ്ട ജോലിക്കാരൻ, പള്ളിയിലെ ജോലിക്കാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോണം, കുറച്ച് കഴിയട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോ ജോലിക്കാരൻ വീണ്ടും ചോദിച്ചു, അല്ല വീട്ടിൽ പോണില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇത്തിരി കഴിയട്ടെ. അപ്പൊ ഈ ജോലിക്കാരന് ഗേറ്റ് പൂട്ടി പോണേ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗേറ്റ് പൂട്ടി പോണം, നിങ്ങൾ എന്താ പോവാത്തെ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. അതെന്താ വീട്ടിൽ പോകാൻ തോന്നാത്ത? അദ്ദേഹം ശമ്പളം കൊടുത്ത് പള്ളിയിൽ നിർത്തിയ ആ ജോലിക്കാരന്റെ മുമ്പിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് ആ നാട്ടുപ്രമാണി പറഞ്ഞത് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം വീട്ടുകാർക്ക് ഇപ്പോ എന്നെ വേണ്ട, അവർ എന്നോടൊന്നും ചോദിക്കാറില്ല, എന്നോടൊന്നും പറയാറില്ല. എന്റെ ഭാര്യയും എന്റെ മക്കളും ഒരുമിച്ച് തമാശ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വീടിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോ സംസാരം പെട്ടെന്ന് നിലച്ചു പോകുന്നു. ഓരോരുത്തരും അവരവരുടെ ഇടങ്ങളിലേക്ക് അവർ എണീറ്റ് പോകുന്നു. ഞാൻ എന്റെ വീട്ടിലെ സന്തോഷങ്ങൾക്ക് തടസ്സമാകുന്നുണ്ടോ എന്നെനിക്കൊരു പേടിയുണ്ട്. എന്റെ വീട്ടുകാർക്ക് ഞാൻ വേണ്ടതായിട്ടുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നാലോചിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ടാണ് ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിലെ ബാപ്പക്ക് നിശ്ചയിച്ച ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തു നിന്ന് ബാപ്പയുടെ പ്രായമോ ബാപ്പയുടെ സാമ്പത്തിക സ്ഥിതിയോ ബാപ്പയുടെ മറ്റെന്തെങ്കിലും അവസ്ഥയോ ആ സ്ഥാനത്ത് നിന്ന് ആ ബാപ്പയെ വലിച്ചു താഴെയിടാൻ നമുക്കൊരു ന്യായീകരണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാപ്പന്നെയാണ്. ഇവിടെ ഉമ്മമാർക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഇവിടെ ഉമ്മമാരുണ്ടല്ലോ, ഞാൻ ഉമ്മാരോട് പറയട്ടെ, പൊന്നാര ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലെ ബാപ്പമാര് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങൾ മക്കളെ വിളിക്കണം. എടാ ഈ എവിടെ, ഇവിടെ വാ, എന്തേ വാ, ഇവിടെ വാ, എന്തേ നോക്കിയാ ബാപ്പ പോവാണ്. ബാപ്പ പോകുമ്പോ ആ കൊട്ടാരത്തിലെ രാജാവാണ് ബാപ്പ. ആ വീടെന്ന കൊട്ടാരത്തിലെ രാജാവാണ്, ആ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. വയസ്സായിട്ടുണ്ടാവാ, കുനിഞ്ഞിട്ടുണ്ടാവാ, തൊലി ചുളിഞ്ഞിട്ടുണ്ടാവാ, മുടി നരച്ചിട്ടുണ്ടാവാ, ശ്വാസം മുട്ടുന്നുണ്ടാവാ, പക്ഷേ ആ സാമ്രാജ്യത്തിന്റെ രാജാവാണത്. ആ രാജാവ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ രാജാവിനെ യാത്രയാക്കാൻ ആ വീടിന്റെ മുറ്റത്ത്, ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ, ആ വീടിന്റെ വരാന്തയിൽ ഉമ്മയുണ്ടാവണം, മക്കളൊക്കെ ഉണ്ടാവണം. പ്രായമൊന്നും പ്രശ്നമല്ല. വലിയ മക്കളാവും, ചിലപ്പോൾ ഡോക്ടർ ാരം, എഞ്ചിനീയർ ആയിക്കാരം, പൈസക്കാരനായിക്കാരം, ബിസിനസ്സുകാരനായിക്കാരം. വിളിക്കണം. ദാ ബാപ്പ പോവാണ്, എന്നാ ബാപ്പ പോവാട്ടോ, അസ്സലാമു അലൈക്കും. ബാപ്പ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ വീടിന്റെ വരാന്തയിൽ തന്നെ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട കുടുംബം തന്നെ യാത്രയാക്കാൻ. ഇത് ഹജ്ജിനും ഉംറക്കും പോകുമ്പോഴൊന്നല്ല, ബാപ്പ വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ വരെ നിങ്ങൾക്ക് ബാപ്പയെ യാത്രയാക്കാൻ പറ്റുമോ? ആ വീടിന്റെ മുറ്റത്ത് നിങ്ങൾ ഉണ്ടാവണം. തിരിച്ച് ബാപ്പ വരുമ്പോഴും ആ ബാപ്പയെ സ്വീകരിക്കാൻ ആ വീട്ടിലുള്ളവർ ആ വീടിന്റെ മുറ്റത്തുണ്ടാവും. ഉമ്മാന്റെ ബാധ്യതയാണ്. ഉമ്മ വിളിക്കണം, എടാ ബാപ്പ വരുന്നുണ്ട് വാ. ചിലപ്പോ മൊബൈൽ ഫോണിലേക്കാറും, ചിലപ്പോ വേറെ പണിയിലേക്കാറും, ഞാൻ ഇവിടെ തിരക്കിലാണ്. ഒരു തിരക്കുമില്ല. ഈ ജീവിതത്തിനെ പച്ച പിടിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം വിയർപ്പ് പോലും ചോരയാക്കി മാറ്റിയ ഒരു മനുഷ്യന്റെ വിയർപ്പാണ് ഈ വീടും ഈ വീട്ടിലെ സുഖവുമെന്ന് സ്വന്തം മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ തയ്യാറാവണം. ഞാൻ ഈ അടുത്ത ദിവസം ഒരു
ലേഖനം വായിച്ചു. ആ ലേഖനം എന്റെ കണ്ണ് നനയിപ്പിച്ചു. ആ ലേഖനത്തിലെ ഒരു കുട്ടിയുടെ അനുഭവമാണ് ആ ലേഖനത്തിന്റെ തിരക്കഥ. അതിൽ പറയുന്നത്, എന്റെ ബാപ്പ കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ആ കുട്ടി തന്റെ ഉമ്മയോട് സങ്കടം പറഞ്ഞപ്പോ ആ കുട്ടി ഉമ്മയോട് കൗതുകം പറഞ്ഞു, ബാപ്പ കരയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഉമ്മ പറഞ്ഞു, ബാപ്പയുടെ കണ്ണീരൊക്കെ വിയർപ്പായി ഒഴുക്കിയത് കൊണ്ടാണ് മോനെ ഈ വീടും സൗകര്യങ്ങളും നമുക്ക് കിട്ടിയത്. ബാപ്പയ്ക്ക് ഇനി കണ്ണീര് ബാക്കിയില്ല, ബാപ്പയുടെ കണ്ണീരൊക്കെ വിയർപ്പായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബാപ്പമാർ നമ്മുടെ വീടിന്റെ രാജാക്കന്മാരാവണം. പ്രായമേറെയായാലും ചുക്കിച്ചുളിഞ്ഞാലും സൗന്ദര്യം പോയാലും പണമില്ലാതായാലും പലപ്പോഴും ചില വീട്ടിലൊക്കെ മക്കള് വരുമാനത്തിന്റെ സ്രോതസ്സുകളായി മാറുകയും അവർക്കിഷ്ടം പോലെ പണമുണ്ടാവുകയും അവർ വീട് നടത്തുകയും ചെയ്യുമ്പോൾ ബാപ്പമാർ വീട്ടിൽ അന്യരായി പോകുന്നുണ്ട്. പലപ്പോഴും ആ ബാപ്പമാരോട് കാര്യങ്ങൾ പറയാൻ പോലും, എന്താണ് വീട്ടിൽ നടക്കുന്നത് എന്ന് പറയാൻ പോലും ചിലപ്പോൾ വീട്ടിലുള്ളവര് ആ സന്മനസ് കാണിക്കാത്ത ദുരന്തപൂർണമായ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ ആ രാജാവിനെ രാജാവായി തന്നെ നമ്മൾ അംഗീകരിക്കണം. ബാപ്പ വീടിന്റെ രാജാവാകണം. അതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തേത് ഉമ്മയാണ്. ഒരു വീട്ടിൽ ഒരു ഉമ്മയുടെ സ്ഥാനം എന്താണ്? ഞാനിത് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. പക്ഷേ എന്റെ സമയത്തിന്റെ കുറവ് കാരണം 4:30 മണിക്ക് 20 മിനിറ്റാണ് നിസ്കാര ശേഷം എനിക്ക് അനുവദിച്ച സമയം. അതിൽ 10-15 മിനിറ്റ് തീർന്നെന്ന് തോന്നുന്നു. ആ ആയത്ത് ഇപ്രകാരമാണ് കേട്ടോ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതുഹു ഉമ്മുഹു ഖുർഹൻ വവളഅതുഹു ഖുർആൻ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റൻ ഹത്താ ഇദാ ബലഗ. ഇനി ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു. അങ്ങനെ ഒരു മനുഷ്യനെ ബാപ്പയും ഉമ്മയും അവനെ വളർത്തി വലുതാക്കി, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി. അവന് 40 വയസ്സായി. ഇവിടെ 40 വയസ്സുള്ള മുഴുവൻ ആണുങ്ങളോടും 40 വയസ്സുള്ള മുഴുവൻ പെണ്ണുങ്ങളോടും വിശുദ്ധ ഖുർആൻ പറയണേ, ഒരു മനുഷ്യൻ വളർന്ന് അവന് 40 വയസ്സായി. 40 വയസ്സായ ആ മനുഷ്യന്റെ മനസ്സിന്റെ പ്രാർത്ഥനയാണ് അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നത്. ഒരു 40 വയസ്സുള്ള മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രത്യേകതയുണ്ട്? 40 വയസ്സ് അവന്റെ ജീവിതത്തിന്റെ മധ്യമാണ്. ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ പ്രായമായ മാതാപിതാക്കളുണ്ട്, മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ പ്രായത്തിലേക്ക് കുതിക്കുന്ന മക്കളുണ്ട്. ആ മക്കളുടെയും മാതാപിതാക്കളുടെയും മുമ്പിൽ ഒരു 40-കാരൻ അതിന്റെ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ 40-കാരന്റെ മനസ്സിന്റെ തേട്ടം അള്ളാഹു തആല പറയുന്നത് ഖാല. ആ 40-കാരൻ റബ്ബിനോട് പറയാണ്, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. പടച്ചോനെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള കഴിവും ശേഷിയും അല്ലാഹുവേ എനിക്ക് നീ നൽകണേന്ന്. എന്റെ ബാപ്പ എന്റെ ഉമ്മ വയസ്സായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തവരായിട്ടുണ്ട്. പടച്ച റബ്ബേ, അവർക്ക് നീ ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ശേഷി പോലും അല്ലാഹുവേ നീ എനിക്ക് നൽകണമേ റബ്ബേ. എന്റെ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പടച്ച റബ്ബിനോട് തേടാനും അവർക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പറയാനുമുള്ള കഴിവും ശേഷിയും ഈമാനും തൗഫീക്കും എനിക്ക് നീ നൽകണമെന്ന് ഞാൻ എന്റെ റബ്ബിനോട് തേടുമ്പോ എന്റെ വലതു കൈകൊണ്ട് ഞാൻ എന്റെ മാതാപിതാക്കളെ എന്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയാണ്. പൊന്നാര സഹോദരന്മാരെ, ഒരു കാര്യം നിങ്ങൾ കേട്ടാലും മനസ്സിലാക്കിയാലും നിങ്ങൾ സമ്മതിച്ചാലും ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തിക്തമായ ജീവിതം അനുഭവിക്കുന്നത് നമ്മുടെ ഉമ്മമാരാണ്. അതിന് സംശയമില്ലട്ടോ. ഭർത്താവിന്റെ സ്വഭാവങ്ങളും സ്വഭാവത്തിന്റെ പ്രയാസങ്ങളും, മക്കളുടെ സ്വഭാവങ്ങളും സ്വഭാവത്തിന്റെ പ്രയാസങ്ങളും, ഭർത്താവിന്റെ കുടുംബത്തിന്റെ സ്വഭാവങ്ങളും സ്വഭാവത്തിന്റെ പ്രയാസങ്ങളും, അയൽക്കാരന്റെ പ്രയാസങ്ങളും അവന്റെ സ്വഭാവത്തിന്റെ വൈകൃതങ്ങളും എല്ലാം അനുഭവിക്കുവാൻ വേണ്ടി അങ്ങനെ തന്നെ അതിന് യോഗ്യത കൽപ്പിക്കപ്പെട്ടവളാണ് ഓരോ ഉമ്മമാരും. ആരൊക്കെ സഹിക്കണം, എന്തൊക്കെ സഹിക്കണം, ആരോടൊക്കെ എന്തൊക്കെ ഏതൊക്കെ. ഈ അടുത്ത് ഇപ്പൊ മിനിഞ്ഞാന്നോ അതിന്റെ തലേന്നോ മറ്റേ ഒരു മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ ഒരു സംശയമല്ല, ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യമാണ് കേട്ടോ. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠൻ മയക്കുമരുന്നിന് അടിപ്പെട്ട് വല്ലാത്ത മാനസികമായ വൈകൃതങ്ങളുള്ള ഒരവസ്ഥയിലാണ് ജീവിക്കുന്നത്. മനസ്സിന്റെ സമനില തെറ്റിയ
വളരെ പ്രയാസപ്പെട്ട, അവനെ നോക്കുന്ന സംരക്ഷിക്കുന്ന ഉമ്മയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇവരുടെ ബാപ്പ നേരത്തെ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഈ കുടുംബത്തെ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ മകനാവട്ടെ കുടുംബം പോറ്റാൻ വേണ്ടി വിദേശത്താണ് പണിയെടുക്കുന്നത്. അയാൾ പണിയെടുത്താലേ ഈ കുടുംബത്തിന്റെ പട്ടിണി മാറും. ഈ മാനസിക അസ്വസ്ഥതയുള്ള മകൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവനെ സംരക്ഷിക്കാൻ ഉമ്മ വല്ലാതെ പാടുപെടുന്നുണ്ട്. ഈ മകൻ ഉമ്മാനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, ഇടങ്ങേറാക്കുന്നുണ്ട്, കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഈ വീട്ടിലേക്ക് ഒരാൾ പോലും വരുന്നത് ഈ മകൻ ഇഷ്ടമല്ല. ഈ മാനസിക അസ്വസ്ഥതയുള്ള മകന് ആ വീട്ടിക്ക് ഒരാൾ വരുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ആരും വരാറില്ല. ആരെങ്കിലും വന്നാൽ അത് കണ്ടാൽ ഈ മകൻ തന്റെ മാതാവിനെ ക്രൂരമായി മർദ്ദിക്കും. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ആരും വരാറില്ല. ഈ ചെറിയ വിദേശത്തുള്ള മകൻ ചോദിക്കുന്നത്, എന്റെ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ എന്ത് മാർഗമാണുള്ളത്? അപ്പൊ ആളുകളൊക്കെ കൂടി പറഞ്ഞത്രേ, നമുക്ക് ഈ മകനെ ഒരു പുനരധിവാസ സ്ഥലത്ത് മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഇടത്ത് കൊണ്ടുപോയി അവനെ അവിടെ ആക്കിയാൽ ഈ ഉമ്മക്ക് മോചനം കിട്ടുമല്ലോ. ഇത് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞത്, ഞാൻ തന്നെ എന്റെ മകനോട് പെരുമാറുമ്പോ ചിലപ്പോ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്റെ മകനെ അടിക്കാൻ ശ്രമിക്കാറുണ്ട്. പുറത്തെവിടെയെങ്കിലും കൊണ്ടാക്കിയാൽ അവന്റെ പ്രവർത്തനം കാരണം അവർ അവനെ വല്ലാതെ ഉപദ്രവിച്ചേക്കും. അതുകൊണ്ട് അവനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു തആല പ്രയോഗിച്ച ഒരു പദമുണ്ട്. എന്താണ് ആ പദങ്ങൾ? അല്ലാഹു പറഞ്ഞത് വഹ്നൻ അലാ വഹ്നിൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം. ആ പ്രയാസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വലിയ പ്രയാസത്തിന്റെ പർവ്വത സമാനമായ ഘട്ടങ്ങളിലൂടെയാണ് ഓരോ ഉമ്മമാരും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ഉമ്മമാർ നെഞ്ചുരുകി വേദനിച്ച് കണ്ണു നിറയുന്ന ഒരു ഉമ്മ നമ്മുടെ പ്രവർത്തനം കാരണത്താൽ, നമ്മുടെ മറ്റെന്തെങ്കിലും സ്വഭാവം കാരണത്താൽ നമ്മുടെ ഉമ്മയുടെ കണ്ണ് എപ്പോഴെങ്കിലും നിറയുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, നമ്മുടെ വീട് അസമാധാനത്തിന്റെ തുരുത്തായി മാറും. കാരണം അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് പഠിപ്പിച്ച റബ്ബാണ് നമ്മുടെ റബ്ബ് എന്നത് മറക്കാൻ പാടില്ല. പലപ്പോഴും വാർദ്ധക്യത്തിന്റെ പരാധീനതകളും വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളുമായി നമ്മുടെ ഉമ്മമാരൊക്കെ വീടിന്റെ മൂലയിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമുക്ക് തന്നെ അവരൊരു ശല്യമായി, ബുദ്ധിമുട്ടായി, ഒരു അരോചകമായി തോന്നുന്ന കാര്യം പലപ്പോഴും മാതാക്കളോട് സംസാരിക്കാത്ത, മാതാക്കളോട് കാര്യങ്ങൾ പങ്കുവെക്കാത്ത അവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ട് പലപ്പോഴും കേട്ടോ. ഉമ്മമാരിങ്ങനെ നമ്മളിങ്ങനെ ഞാനതിങ്ങോട്ട് ഒരു സംഭവം പറയട്ടെ. ഒരു സഹോദരൻ, ആകെ ഒരു മകനുള്ളൂ ഈ ഉമ്മാക്ക്. ആ മകനെ പഠിപ്പിച്ച് വലുതാക്കിയിട്ടുണ്ട്. ബാപ്പ എപ്പോഴോ മരിച്ചു പോയിട്ടുണ്ട്. മകൻ വിദേശത്താണ്, കല്യാണം കഴിച്ചിട്ടുണ്ട്, സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. കൊല്ലത്തിൽ എപ്പോഴെങ്കിലും നാട്ടിൽ വരാറുണ്ട്. ഒരിക്കൽ നാട്ടിൽ വന്ന മകൻ ഗൾഫിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ കുടുംബത്തിന്റെ കൂടെ തിരിച്ചു വന്ന്, പെട്ടെന്ന് വന്ന് ഒരു കൊല്ലൊന്നില്ല, ദിവസങ്ങൾ കൊണ്ട് തിരിച്ചെത്തി. വീട്ടിൽ പലരും വരുന്നുണ്ട്, പലരും പോകുന്നുണ്ട്, പല ചർച്ചകൾ നടക്കുന്നുണ്ട്, രഹസ്യമായ സംസാരം നടക്കുന്നുണ്ട്. ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ ഉമ്മ പാവം വയസ്സായിട്ടുണ്ട്. ഉമ്മാനോട് ആരും ഒന്നും പറയുന്നില്ല. ഉമ്മ പലരോടും ചോദിച്ചു, എന്താ എന്റെ വീട്ടിലെ പ്രശ്നം? ആരും പറയുന്നില്ല. ഈ മകനോട് ചോദിച്ചാൽ ഓന് പെട്ടെന്ന് ദേഷ്യം വരും. മകന്റെ ഭാര്യയോട് ചോദിച്ചാൽ അത് നിങ്ങൾ അറിയും. ഉമ്മ കാര്യങ്ങൾ അറിയുന്നില്ല. ഉമ്മക്ക് എന്തോ ഒരു അപകട സൂചന, എന്റെ മകനെന്തോ പറ്റിയിട്ടുണ്ടോ, അവന്റെ കുടുംബത്തിനെന്തോ പറ്റിയിട്ടുണ്ടോ. ഉമ്മാന്റെ നെഞ്ചിൽ തീയാണ്. അവസാനം ഉമ്മ ഒരു 6 വയസ്സുള്ള പേരക്കുട്ടിയുണ്ട്, ഈ മക്കളുടെ മകളാണ്, 6 വയസ്സുകാരി. ആ 6 വയസ്സുകാരിയെ വിളിച്ചിട്ട് ഉമ്മ സ്വകാര്യമായി ചോദിച്ചത്, അല്ല മോളെ, രാത്രി കിടക്കാൻ നേരത്ത് ഉമ്മയും ഉപ്പയും എന്തിനെ കുറിച്ചാ സംസാരിക്കാറ്? അത് മോള് കേട്ടിട്ടുണ്ടോ? എന്തിനെ പറ്റിയാ അവർ സംസാരിക്കുന്നത്? ആ മകള് പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷേ ആ 6 വയസ്സുള്ള കുട്ടി തന്റെ ഉമ്മയോട് പറഞ്ഞു, വല്യുമ്മ എന്നോട് ചോദിച്ച് നിങ്ങൾ കിടക്കുന്ന സമയത്ത് എന്തിനെ പറ്റിയാ സംസാരിക്കാറ് എന്ന് വല്യുമ്മ എന്നോട് ചോദിച്ചു എന്നാ മകള് തന്റെ ഉമ്മയോട് പറഞ്ഞപ്പോ ആ ഉമ്മയുണ്ടല്ലോ, മരുമകളായ ഉമ്മ, ആ മരുമകൾ തെറ്റിദ്ധരിച്ച് അവൾ വീട്ടിലാകെ പ്രശ്നമുണ്ടാക്കി. ബെഡ്റൂമിലെ കാര്യങ്ങൾ പോലും ചോദിച്ചറിയുന്ന വൃത്തികെട്ട ഉമ്മയാണ് ഈ വീട്ടിലെ ഉമ്മ. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അവൾ പൊട്ടിത്തെറിച്ചു. പ്രശ്നം അങ്ങനെ രൂക്ഷമായപ്പോ അവസാനം ഈ ഉമ്മയോട് നേരിട്ട് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചോദിച്ചത്? ചെറിയ കുട്ടികളോട് ബെഡ്റൂമിലെ കാര്യങ്ങളൊക്കെ ചോദിക്കണം, മോശല്ലേ? ആ ഉമ്മ പറഞ്ഞെന്താ അറിയോ? കണ്ണുനീരോടുകൂടിയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്ക് അവരുടെ ബെഡ്റൂമിലെ വിശേഷങ്ങൾ അറിയാനല്ല, എന്റെ വീട്ടിൽ ഇങ്ങനെ എന്തോ പുകഞ്ഞു നിൽക്കുന്നുണ്ട്, എന്നോടൊന്നും പറയുന്നില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരൊക്കെയോ വരുന്നു പോകുന്നു, വിശ്വാസങ്ങളും നെടുവീർപ്പുകളും ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടി, എന്താണ് വിഷയമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ എനിക്കോല ജീവിതത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി
വേണ്ടിയല്ല, ഉമ്മ തന്റെ സങ്കടം പറഞ്ഞു. അപ്പൊ ഈ മകനോട് ചോദിച്ചത്, നിന്റെ പ്രശ്നങ്ങൾ എന്താ, നിന്റെ ഉമ്മയോട് നീ ഒന്ന് പറയാത്തത്? അപ്പൊ അവൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അതെന്തിനാ അമ്മാനോട് പറയാം. വിഷയം എന്താ വെച്ചാല്, ഈ മകൻ വലിയ ഒരു സംഖ്യ ഒരു ബിസിനസ്സിൽ നിക്ഷേപിച്ചു, വലിയ സംഖ്യ. അയാളുടെ ജീവിതത്തിലെ ആകെയുള്ള സമ്പാദ്യത്തിന്റെ വലിയ ഭാഗം ഒരു ഓൺലൈൻ ബിസിനസ്സിലാണ് നിക്ഷേപിച്ചത്. ആ ബിസിനസ് പൊട്ടിപ്പോകുന്നു, അത് തകർന്നു പോകുന്നു. അയാളുടെ കൺമുമ്പിലൂടെ ആ പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത്. പല മാർഗവും നോക്കി, നിയമപരവും പോലീസും അല്ലാത്ത മാർഗങ്ങളൊക്കെ നോക്കുകയാണ്. ആ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുമോ, അതിന്റെ ബേജാറില്ല. അതാണ് വീട്ടിൽ നടക്കുന്ന അസ്വസ്ഥതക്കുള്ള കാരണം. പക്ഷേ അപ്പൊ എന്താ, ഉമ്മയോടൊന്ന് പറഞ്ഞൂടെ? അപ്പൊ ആ മകൻ ദേഷ്യപ്പെട്ട് പറഞ്ഞ എന്താ അറിയോ, ഉമ്മയോട് അത് സംസാരിച്ചിട്ട് എന്താ കാര്യം? എന്റെ പൈസ തിരിച്ചു തരാൻ ഉമ്മാക്ക് പറ്റുമോ? അത് വാങ്ങിത്തരാൻ ഉമ്മാക്ക് പറ്റുമോ? എനിക്കൊരു ഉപദേശം തരാൻ ഉമ്മാക്ക് പറ്റുമോ? ഈ വയസ്സുകാലത്ത് ആ കാര്യം പറഞ്ഞ് സമയം കളയാന്നല്ലാതെ ഉമ്മാനോടൊക്കെ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉമ്മ എന്തിനാ അതിന്റെ പിന്നാലെ നടക്കുന്നത്? ഉമ്മക്കത് അന്വേഷിക്കേണ്ട ആവശ്യം എന്താ? ഉമ്മ അറിയേണ്ട കാര്യം നമ്മൾ പറയില്ലേ? ഈ മകൻ ഭയങ്കര പ്രഷർ, ദേഷ്യപ്പെട്ട് സംസാരിച്ച് ആ മോനോട് പറഞ്ഞ്, എടാ പൊന്നാര മോനെ, നിന്റെ ഉമ്മാക്ക് നീ കൊടുത്ത പണം തിരിച്ചു തരാനോ അത് പിടിച്ചു വാങ്ങാനോ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കാനോ ഒരുപക്ഷെ നിന്റെ ഉമ്മക്ക് കഴിയില്ല. പക്ഷേ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരക്കുപ്പായത്തിന്റെ ഉള്ളിലിരുന്ന് യശാ നമസ്കാരത്തിന്റെ ബാങ്കും കാത്ത് മുസല്ലയിലിരിക്കുന്ന ഒരു നേരമുണ്ട് നമ്മുടെ ഉമ്മാക്ക്. ആ നേരത്തെങ്ങാനും നമ്മുടെ ഉമ്മ നെഞ്ചത്ത് കൈവച്ച്, പടച്ച റബ്ബേ എന്റെ മകൻ ഒരപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട്, പടച്ച റബ്ബേ അവനെ കാത്തോളണേ എന്ന ഒരു പ്രാർത്ഥന ആ ഉമ്മയുടെ ശോഷിച്ച നാവുകളിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, സ്വന്തം മാതാവിന്റെ പ്രാർത്ഥനയോളം നമുക്ക് ഉപകരിക്കുന്ന ഒരൊറ്റ പ്രാർത്ഥനയും ഈ ദുന്യാവിന്റെ മേലെ നമുക്ക് കിട്ടാല്ലോ. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മനസ്സ് നിറയെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹൃദയമുള്ള ഒരു ഉമ്മയായി നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടാവണം. എന്തൊക്കെ ഞാൻ പറഞ്ഞ്, ഒന്ന്, ബാപ്പ വീട്ടിലെ രാജാവാകണം. ഉമ്മ നമ്മുടെ സ്നേഹത്തിന്റെ ആ രൂപമായി നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടാവണം. മൂന്നാമത്തേത് ഭർത്താക്കന്മാരാണ്. ആ ഭർത്താക്കന്മാരെ എങ്ങനെയാണ് ഭാര്യമാര് കാണേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഈ മതം അനുവാദം തന്നിരുന്നു എങ്കിൽ ഞാൻ പറയുമായിരുന്നു സ്ത്രീകളോട് ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. പക്ഷേ മതത്തിൽ അനുവാദമില്ലല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതം, ഒരു ഭാര്യയുടെ ജീവിതം എന്നത് ഭർത്താവിന്റെ ജീവിതവുമായി എത്രമേൽ ബന്ധപ്പെട്ട് കിടക്കണം. ഭർത്താവിനെ ചീത്ത പറയുന്ന, ഭർത്താവിനെ കളിയാക്കുന്ന, ഭർത്താവിനെ മാനസികമായി വേദനിപ്പിക്കുന്ന, നിങ്ങളൊക്കെ എന്തിന് പറ്റും മനുഷ്യ എന്ന് നാലാളുടെ മുമ്പിൽ നിന്ന് ഉറക്കെ ചോദിക്കാൻ ധൈര്യം കാണിക്കുന്ന ഭാര്യമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതു ഭാഗത്താണോ ഇരുത്തേണ്ടത് ആ ഭാഗത്തു തന്നെ അവരെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നാലാമത്തേത് ഭർത്താക്കന്മാരോടാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സൽസ്വഭാവമുള്ളവർ മാത്രമേ നാളെ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ഒരാൾ സ്വഭാവിയാകുന്നത് സ്വന്തം ജീവിത പങ്കാളിയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാരോട് മുഴുവനും നല്ല പെരുമാറ്റമാണ്, നല്ല ബന്ധങ്ങളാണ്, ചിരിയോടുകൂടി മാത്രമേ സംസാരിക്കാറുള്ളൂ. പക്ഷേ വീടിന്റെ വരാന്തയിലേക്ക് കയറുമ്പോഴേക്ക് കടുന്നല് കുത്തിയതുപോലെ ഭാര്യ ചോദിക്കുന്നതിനൊക്കെ ഗൗരവത്തിന്റെ മറുപടി മാത്രം പറയലാണ് ജീവിതത്തിന്റെ വിജയമെന്ന് തെറ്റിദ്ധരിച്ചു പോയ സഹോദരന്മാരെ, നിങ്ങളുടെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇയാള് ഏറ്റവും നല്ല സ്വഭാവമുള്ളയാളാണ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് നിന്നാണ് എന്നത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും മനോഹരമായി പെരുമാറേണ്ടത് നിങ്ങളുടെ ജീവിത പങ്കാളിയോടാവണം. അതെന്താ, ഞാൻ അടിച്ചാലും, ഞാൻ തെറി പറഞ്ഞാലും, ഞാൻ ചവിട്ടിയാലും അവളൊന്നും പറയില്ല, അതുകൊണ്ട് എനിക്ക് എന്താവാ. ചില ആളുകളൊക്കെ സ്വന്തം ഭാര്യമാരെ പച്ചത്തെറി, മദ്രസയിൽ വന്നപ്പോ ഒരു കുട്ടി തന്റെ കൂടെയുള്ള കുട്ടിയെ കേൾക്കാൻ പറ്റാത്ത ഒരു തെറി വിളിച്ചപ്പോ ആ കുട്ടിയെ വിളിച്ചിട്ട് അവന്റെ ഉസ്താദ് ചോദിച്ചു, എവിടുന്നാണ് എനിക്ക് ഇതൊക്കെ കിട്ടിയത്? അവൻ പറഞ്ഞത്, എന്റെ ബാപ്പ എന്റെ ഉമ്മയെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ബാപ്പ എന്റെ ഉമ്മയെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ നിന്ന് പഠിച്ചതാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമുക്ക് വേണ്ടി സ്വപ്നങ്ങളെ ക്രമീകരിക്കുന്ന നമ്മുടെ ഭാര്യമാരാവണം നമ്മുടെ ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന് അവകാശികൾ എന്നത് മറക്കാൻ പാടില്ല. അവസാനമായി മക്കളെ കുറിച്ചാണ്. നോക്കൂ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്
ഒരാൾ വന്ന് പരാതി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്റെ മകൻ എന്നെ തീരെ അനുസരിക്കുന്നില്ല, എന്നോടുള്ള ഒരു കടമകളും അവൻ നിർവഹിക്കുന്നില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ബാപ്പയോട് പറഞ്ഞത്, നിങ്ങൾ മകനെയും വിളിച്ചിട്ട് വരികെന്നാണ്. പിറ്റേ ദിവസം മകൻ വന്നപ്പോൾ ഖലീഫ മകനോട് ചോദിച്ചത്, നീ എന്താ ബാപ്പയോടുള്ള കടമകളൊന്നും നിർവഹിക്കാത്തത്? ആ മകൻ ഖലീഫയോട് തിരിച്ചു ചോദിച്ചത്, അമീറുൽ മുഅ്മിനീൻ, എന്റെ ബാപ്പാക്ക് എന്നോട് വല്ല കടമകളും ഉണ്ടോ? എനിക്ക് ബാപ്പയോട് കടമകളുണ്ട്, ശരിയാണത്. മക്കൾക്ക് മാതാപിതാക്കളോട് കടമകളുണ്ട്. പക്ഷേ മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ? ഖലീഫ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞത് ഉണ്ട്. അദ്ദേഹം 3 കടമകളാണ് എണ്ണി പറഞ്ഞത്. ഒന്ന്, ഒരു നല്ല ഈമാനുള്ള ഉമ്മയെ, ഒരു മകനെ മുത്തഖിയായ മുഅ്മിനായ ഒരു മകനായിട്ട് വളർത്തുവാൻ സാധിക്കുന്ന ഈമാനുള്ള ഒരു ഉമ്മ നിനക്കുണ്ടാവണം. നിനക്ക് ഈമാനുള്ള ഒരു ഉമ്മയെ തരേണ്ട ചുമതല നിന്റെ മാതാവിന്റെ പിതാവിനുണ്ട്. അത് നിന്റെ ബാപ്പയുടെ ബാധ്യതയാണ്. അഥവാ നമ്മളുടെ മക്കളുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ ഈമാനുള്ള ഇഖ്ലാസുള്ള ഒരു ഉമ്മയാവണമെന്നത് പിതാവിന്റെ കടമയിൽപ്പെട്ടതാണ് എന്നാണ് ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമത്തേത്, ഒരു നല്ല പേരിട്ട് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളിൽ നിന്നെ വളർത്തേണ്ട ചുമതല നിന്റെ മാതാപിതാക്കൾക്കുണ്ട്, പ്രത്യേകിച്ച് നിന്റെ പിതാവിനുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ കിതാബ് പ്രകാരം അത് പഠിപ്പിക്കാനും അത് നിന്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരാനും നിന്റെ പിതാവിന് ബാധ്യതയുണ്ട്. ഒന്ന്, ഈമാനുള്ള ഉമ്മയാവണം. രണ്ടാമത്തേത്, നല്ല ഇസ്ലാമികമായ വളർച്ചയുണ്ടാവണം. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിച്ച് അതനുസരിച്ച് മക്കളെ വളർത്തണം. ഇത് പിതാവിന്റെ ചുമതലയാണ്. ഈ മകൻ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഈ 3-1 പോലും എന്റെ ബാപ്പ എനിക്ക് തന്നിട്ടില്ല. എന്റെ ഉമ്മ മുസ്ലിം പോലുമല്ല. എന്റെ ഉമ്മയുടെ സൗന്ദര്യം കണ്ടാണ് എന്റെ ബാപ്പ ഉമ്മയെ കെട്ടിയത്. എന്റെ ഉമ്മക്ക് ദീനില്ല, ഉമ്മ എനിക്ക് ദീന് പഠിപ്പിച്ചിട്ടില്ല. രണ്ടാമത്തേത്, ഒരു നല്ല പേരെനിക്ക് തന്നിട്ടില്ല, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മൂന്നാമത്തേത്, എന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് ഖുർആൻ അറിയില്ല. എന്റെ ബാപ്പ എനിക്ക് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു തന്നിട്ടില്ല. അമീറുൽ മുഅ്മിനീൻ ആ ബാപ്പയോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകണം. നിങ്ങളുടെ മകന്റെ കയ്യിൽ നിന്ന് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം ആ മകനോട് കൊടുക്കേണ്ട, ആ മകന് കൊടുക്കേണ്ട കടമകൾ, ആ മകനോടുള്ള അവകാശങ്ങൾ അത് പൂർത്തിയാക്കുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ പുതിയ തലമുറയുണ്ടല്ലോ, നമ്മുടെ മക്കള്, അവർ ജീവിക്കുന്നത് ഏറ്റവും അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ്. പുതിയ ചിന്തകളും പുതിയ പ്രത്യയശാസ്ത്രങ്ങളും പുതിയ ചിന്താരീതികളും പുതിയ ആശയങ്ങളും പുതിയ ജീവിത രീതികളും കൊടുങ്കാറ്റ് പോലെ നമ്മുടെ മക്കൾ ജീവിക്കുന്ന ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ സനാതന ധാർമ്മിക മൂല്യങ്ങളിൽ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്കുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൊട കൊടുത്ത്, മക്കളെ ഈ കൊട പിടിച്ചോളൂ, നനയരുത് എന്ന് പറയുന്നത് അതൊരു നീതിയാണ്. പക്ഷേ പെരുമഴയത്തേക്ക് കൊടയില്ലാതെ മക്കളെ ഇറക്കി വിട്ടിട്ട് മക്കളെ നനയരുത് എന്ന് പറയുന്നതിലെ നീതി എന്താണ്? പ്രിയപ്പെട്ടവരെ, എല്ലാ വേണ്ടാത്തരങ്ങളും പേമാരി പോലെ പെയ്തിറങ്ങുന്ന കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ ധാർമ്മിക മൂല്യങ്ങളുടെ കൊട നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ആരാണ് നമ്മുടെ മക്കളെ കാക്കുക? ഈ തിന്മയുടെ ഈ ദുരന്ത കാലത്ത് നമ്മുടെ മക്കൾ കാലിടറി വീണുപോയാൽ ആരാണ് അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുക? അതുകൊണ്ട് ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ ബാപ്പമാരാവണം. 2, ഉമ്മമാർക്ക് ഉമ്മയുടെ സ്ഥാനമുണ്ടാവണം. 3, ഭർത്താവിന്റെ അവകാശങ്ങൾ ആ വീടുകളിൽ ലഭിച്ചിരിക്കണം. 4, ഭാര്യമാർ സംതൃപ്തരാവണം. 5-ാമത്തേത്, നമ്മുടെ മക്കൾ ആദർശത്തിന്റെ പാഠശാലകളായി നമ്മുടെ വീടുകളും കുടുംബങ്ങളും മാറണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.